എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൗമ്യയെ കൊന്നത് ഗോവിന്ദച്ചാമിയാണെന്നതിന് തെളിവെവിടെയെന്ന് സുപ്രീം കോടതി. ഊഹാപോഹങ്ങൾ കോടതിക്ക് സ്വീകാര്യമല്ല. സൗമ്യയെ തീവണ്ടിയിലും തള്ളിയിട്ടതിന് പ്രോസിക്യൂഷന്റെ പക്കൽ തെളിവുണ്ടോ എന്നും ചോദ്യം. കേസ് ബാധിച്ചതിലെ പോരായ്മയെന്ന് സൗമ്യയുടെ അമ്മ. BJP ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി. അക്രമം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് രാജ്നാഥ് സിംഗ്. പുച്ഛിച്ചു തള്ളി EP ജയരാജൻ. തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗതം സ്തംഭിപ്പിച്ച് SFIയുടെ ഓണാഘോഷം. മണിക്കൂറുകളോളം യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥികൾ റോഡിലിറങ്ങി. ആംബുലൻസ് പോലും കടത്തിവിട്ടില്ല. 100 വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. ചരക്ക് സേവന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. നിയമം പാസാക്കിയത് 16 സംസ്ഥാനങ്ങൾ. അടുത്ത സാമ്പത്തിക വർഷം മുതൽ രാജ്യം ഒറ്റ നികുതി വലയ്ക്കുള്ളിൽ. കാലാവസ്ഥാ പഠന രംഗത്ത് ഇന്ത്യക്ക് പുതിയ കുതിപ്പ്. ഇൻസാറ്റ് 3DR വിജയകരമായി വിക്ഷേപിച്ചത് ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന GSLV റോക്കറ്റ് ഉപയോഗിച്ച്. സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്കെതിരെ തെളിവെവിടെയെന്ന് സുപ്രീം കോടതി. ഊഹാപോഹങ്ങൾ കോടതിക്ക് സ്വീകാര്യമല്ല. സൗമ്യ മാനഭംഗത്തിനിരയായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഗോവിന്ദച്ചാമി സൗമ്യയെ കൊല ചെയ്തുവെന്ന് ബോധ്യപ്പെടുത്തണം എന്ന് പ്രോസിക്യൂഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. സൗമ്യ വധക്കേസിൽ വിചാരണ കോടതി വിധിച്ച വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗോവിന്ദച്ചാമി സുപ്രീം കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. പ്രോസിക്യൂഷൻ വാദങ്ങൾ ഉന്നയിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണങ്ങൾ ഉണ്ടായത്. സൗമ്യ മാനഭംഗത്തിനിരയായെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. ഗോവിന്ദച്ചാമിയാണ് സൗമ്യയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടത് എന്നതിന് തെളിവെവിടെയെന്ന് കോടതി ചോദിച്ചു. സൗമ്യ സ്വയം ട്രെയിനിൽ നിന്ന് ചാടിയതാണോ എന്ന് കോടതി അന്വേഷിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ മറുപടി തൃപ്തികരമായിരുന്നില്ല. ഊഹാപോഹങ്ങൾ പറയരുതെന്ന് കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെടുകയും ചെയ്തു. തലക്കേറ്റ പരിക്കാണ് സൗമ്യയുടെ മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ്. ഇത് ട്രെയിനിൽ നിന്ന് വീണുണ്ടായതുമാണ്. എന്നാൽ ഇതിൽ ഗോവിന്ദച്ചാമിയുടെ പങ്കെന്താണെന്നാണ് കോടതി ആവർത്തിച്ച് ചോദിച്ചത്. ഗോവിന്ദച്ചാമി നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി. ഹർജി വിധി പറയാൻ കോടതി മാറ്റുകയും ചെയ്തു. സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്കെതിരെ വിചാരണ കോടതി വിധിച്ച വധശിക്ഷ പിന്നീട് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. 2011 കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ സൗമ്യയുടെ അമ്മ സുമതി നമ്മോടൊപ്പം തത്സമയം ചേരും. ഒപ്പം സാമൂഹിക പ്രവർത്തക ശ്രീമതി P. ഗീത, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ബിന്ദു കൃഷ്ണ, ഒപ്പം പ്രതിഭാഗത്തിന്റെ ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകൻ BA ആളൂർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി സുമതിയിലേക്ക്. അമ്മ, സൗമ്യയ്ക്ക് നീതി കിട്ടില്ല എന്നൊരു പേടി ഇപ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ നീതി കിട്ടില്ല എന്നൊരു പേടിയൊന്നും എനിക്കില്ല. നീതി കിട്ടും തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് നീതി കിട്ടണമെങ്കിൽ ഈ കേസ് പഠിച്ച ആൾക്കാരെ തന്നെ വേണം അവിടെ സുപ്രീം കോടതിയിൽ നമുക്കത് വാദത്തിന് വരാൻ. ഈ കേസ് പഠിച്ച് ഈ കീഴ്ക്കോടതി ഹൈക്കോടതി കേസ് വാദിച്ച് വന്നത് സുരക്ഷ വക്കീലല്ലേ. ആ വക്കീലിനെ തന്നെ സുപ്രീം കോടതിയിലാക്കിയാൽ തീർച്ചയായിട്ടും ഇതിന് നീതി കിട്ടും. നീതി കിട്ടുന്നുള്ള വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതെ, ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള ചില പരാമർശങ്ങൾ, കോടതിയുടെ ചോദ്യങ്ങളാണ് ആശങ്കയുണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ കോടതിക്ക് തെളിവെവിടെ എന്ന് ചോദിക്കേണ്ടി വന്ന സാഹചര്യം, അത് കേസ് നടത്തിയതിൻ്റെ പോരായ്മയാണോ? കേസ് നടത്തിയതിൻ്റെ പോരായ്മയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമ്മുടെ കേസ് നല്ല രീതിയിൽ തന്നെയല്ല ഹൈക്കോടതിയിൽ നിന്ന് പോയത്. സുപ്രീം കോടതിയിൽ നല്ല രീതിയിൽ തന്നെ വന്ന് അവൻ്റെ ഇതിന് മുമ്പേ അവൻ്റെ കേസ് തള്ളിക്കളഞ്ഞതല്ലേ, അവൻ്റെ ജാമ്യം തള്ളിക്കളഞ്ഞതല്ലേ. പിന്നെന്താണ് ഇപ്പോഴെന്താ അങ്ങനെ ഒരു ഇത് വന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പം ഇത് ഇങ്ങനെ എന്താണ് ഇതിങ്ങനെ ആയത്? അത് ഈ വക്കീലിന് ഒന്നും അറിയാത്ത ഒരു വക്കീലിനെ കൊണ്ട് നിർത്തിയ കാരണം കൊണ്ടല്ലേ ഇതിങ്ങനെ സംഭവിച്ചത്. ഒന്നും അറിയാത്ത ഒരാളെയാണ് ഈ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയിട്ട് അതാണ് അവർ ചോദിച്ചത്. ഇതിൻ്റെ തെളിവെവിടെയെന്ന് ചോദിച്ചാൽ ഒന്നും പറയാതെ മിണ്ടാതെ നിന്ന് അവരെന്ത് ചെയ്യും? കോടതി ഇതെല്ലാം അറിയുന്ന ഒരാളാണ് സുരേഷൻ വക്കീല്. ആ വക്കീലിനാണ് ഞാൻ ഇന്ന് വരെ ഇത് തുടക്കം മുതലേ ഞാൻ അവരോട് പറയുന്നുണ്ട്. സുപ്രീം കോടതിയിൽ ഈ കേസ് ഇത് സുരേഷൻ വക്കീലിനെ തന്നെ അവിടെ വാദിക്കാൻ കിട്ടണമെന്ന് ഞാൻ പറയണത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് ഞാൻ 2 പ്രാവശ്യത്തിൻ്റെ പരാതി ഇതിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പം അത് അതിനുള്ള അവർ ചെയ്തു തരേണ്ടതല്ലേ. അത് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഇത്. ഗോവിന്ദച്ചാമിയെ പോലുള്ള ഒരുത്തൻ പുറത്തിറങ്ങരുത്. അതെ, അതിന് അമ്മ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കോടതിയിൽ ഉണ്ടായിരിക്കുന്നു. ഇക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനമെടുത്തിട്ടില്ല. ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നേ ഉള്ളൂ. അക്കാര്യത്തിൽ മറുപടി പറയുന്നതിൽ
സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതിൽ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതിൽ വക്കീലിന് പോരായ്മ സംഭവിച്ചു, അതാണോ ഇപ്പോൾ മനസ്സിലുള്ളത്? എനിക്ക് ഇപ്പം അതിൻ്റെ പോരായ്മയാണോ ആ വക്കീല് ആ കോടതിയിൽ ഒന്നും മിണ്ടാതിരുന്നത്? വക്കീലിൻ്റെ പോരായ്മ കൊണ്ടാണല്ലോ വക്കീലൊന്നും മിണ്ടാതി നിന്നത്. ആ വക്കീലിന് ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വക്കീൽ പറയില്ലായിരുന്നു. അത് ഇന്ന പോലെയാണ് ആ സംഭവം നടന്നത്, ഇന്ന പോലെയാണ് ആ കാര്യങ്ങൾ നടന്നതെന്ന് തീർച്ചയായിട്ടും അത് പറഞ്ഞിരുന്നു. ആ ആളുടെ പോരായ്മ തന്നെയാണ് ഈ സംഭവം. ശരി, വക്കീലിൻ്റെ പോരായ്മ എന്നുള്ളതാണ് കുടുംബം, സൗമ്യയുടെ അമ്മ ഉന്നയിക്കുന്ന ആക്ഷേപം. ഞാൻ മടങ്ങിയെത്താം, ദയവായി തുടരണം. ശ്രീമതി പി ഗീത, കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ അലോസരപ്പെടുത്തുന്ന, അസ്വസ്ഥമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് നമ്മുടെ പൊതു മനസാക്ഷിയുടെ തന്നെ ആവശ്യമാണ്, ആഗ്രഹമാണ്. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കേസ് കൈകാര്യം ചെയ്യുന്നതിൽ വേണ്ടത്ര അവധാനത പുലർത്തിയില്ല പ്രോസിക്യൂഷൻ എന്ന പരാതി കഴമ്പുള്ളതാകുമോ? ഇതിൽ എനിക്ക് മാധ്യമങ്ങളോട് ഒരു വിനീതമായിട്ടുള്ള അപേക്ഷയുണ്ട്. നിങ്ങൾ മാനഭംഗം എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ബലാത്സംഗം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കണം. കാരണം അങ്ങനെ ആക്രമണത്തിന് വിധേയപ്പെടുന്ന പെൺകുട്ടിക്ക് മാനക്കേടൊന്നുമില്ല, മറിച്ച് അത് ചെയ്യുന്ന ആൾക്കാരാണ് നാണം കെട്ട ആൾക്കാർ. അപ്പം അതുകൊണ്ട് വാക്കിലെ മാറ്റം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിലെയും നിലപാടിലെയും മാറ്റം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ദയവായിട്ട് ബലാത്സംഗത്തിന് പകരം മാനഭംഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. ബലാത്സംഗിയെ സൂചിപ്പിക്കാൻ വേണമെങ്കിൽ മാനഭംഗക്കാരൻ എന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിച്ചോളൂ. അതൊരു അപേക്ഷയാണ്. അതോടൊപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. അതിൽ എനിക്ക് തോന്നുന്നുണ്ട് രണ്ട് തരത്തിലാണ് ഞാൻ ഈ പ്രശ്നത്തെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് കീഴ്ക്കോടതിയിൽ തൃശ്ശൂർ അതിവേഗ കോടതി, ഹൈക്കോടതി തുടങ്ങിയിട്ടുള്ള കീഴ്ക്കോടതി, സുപ്രീം കോടതിയെ അപേക്ഷിച്ച് കീഴ്ക്കോടതികൾ എന്ന് പറയുന്ന കോടതികളിലൊക്കെ തന്നെ വന്നിട്ടുള്ള വിധിക്ക് നേരെ വിപരീതമായിട്ടുള്ള ചില പരാമർശങ്ങൾ, വാദം മുഴുവൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചു എന്നാണ് റിപ്പോർട്ട് തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇത് ഊഹാപോഹങ്ങൾക്കുള്ള സ്ഥലമല്ല എന്ന് പറയുന്നു. അവിടെ ഉത്തരം മുട്ടിപ്പോയി പ്രോസിക്യൂഷന് എന്ന് പറയുന്നു. അപ്പോ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോസിക്യൂട്ടർ അവിടെ പോയിട്ടുള്ളത് എന്നുള്ള ഒരു സംശയമാണ് എന്നെ പോലെയുള്ള ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. കാരണം ഒരു ക്രിമിനൽ കേസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാനൊരു നിയമജ്ഞയൊന്നുമല്ല, നിയമം പ്രാക്ടീസ് ചെയ്യുന്ന ആളുമല്ല, മറിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ചെറിയ പരിചയമുള്ളൂ. അതിൽ സാങ്കേതികമായിട്ട് എന്തെങ്കിലും പിഴവ് പറ്റുകയാണെങ്കിൽ ഇവിടെയുള്ള വലിയ നിയമ പോരാളികൾ എന്നോട് മാപ്പാക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ക്രിമിനൽ കേസിൽ ഗവൺമെന്റ് നിൽക്കുന്നത് വാസ്തവത്തിൽ ഇരയുടെ ഭാഗത്താണ്. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗം ഇരയുടെ ഭാഗമാണ്. ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് പോകുന്ന ആളാണ് വാസ്തവത്തിൽ പ്രോസിക്യൂട്ടർ. ഈ പ്രോസിക്യൂട്ടർക്ക് ഉത്തരം മുട്ടുക എന്ന് പറഞ്ഞാൽ, ഇരയ്ക്ക് വേണ്ടി വാദിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ഒരു പ്രോസിക്യൂട്ടർക്ക് ഉത്തരം മുട്ടുക എന്ന് പറഞ്ഞാൽ ആശങ്ക അല്ലെങ്കിൽ ആ പരാതി തന്നെയാണ് താങ്കളും പങ്കുവയ്ക്കുന്നത്. ദയവായി തുടരണം. ശ്രീ BA ആളൂർ, എനിക്ക് ആദ്യം അറിയേണ്ടത് താങ്കൾക്ക് ആരാണ് വക്കാലത്ത് നൽകിയത് എന്നുള്ളതാണ്. ഈ കേസിൽ വിചാരണ കോടതി മുതൽ ഇപ്പോൾ സുപ്രീം കോടതി വരെ യാതൊരു ചാഞ്ചല്യവുമില്ലാതെ നിയമ പോരാട്ടം നടത്തുകയാണല്ലോ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി. ഒരു സാധാരണ മനുഷ്യനാണ് ഗോവിന്ദച്ചാമി എന്നുള്ളതാണ് പുറത്തുള്ള കാഴ്ചപ്പാട്. ഈ കേസ് ഇങ്ങനെ നടത്താൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ആരാണ് താങ്കൾക്ക് പുറകിലുള്ളത്? എനിക്ക് പുറകിൽ ആരുമില്ല. ഗോവിന്ദച്ചാമി കേസ് നടത്തണമെന്ന് പറഞ്ഞതനുസരിച്ച് കേസ് നടത്തി. ഗോവിന്ദച്ചാമി വക്കാലത്ത് ഒപ്പിട്ട് തന്നു, കേസ് നടത്തി. ഇതിനു പിറകിലുള്ള സംഭവത്തേക്കാൾ ഉപരി ഒരു കേസ് എന്നെ ഏൽപ്പിക്കുന്നു, അത് നീതിപൂർവമായി നടത്തുന്നു. അത് പ്രതിഭാഗമായാലും ഇരയുടെ ഭാഗമായാലും പ്രോസിക്യൂഷൻ ഭാഗമായാലും അത് നടത്തുന്നു. അത് വക്കീലിൻ്റെ ഒരു ചുമതലയാണ് കേസ് നടത്തുക എന്നുള്ളത്. വിധി പ്രസ്താവന നടത്തുന്നത് കോടതികളാണ്. അല്ല, തീർച്ചയായും ഞാൻ അതിൽ താങ്കളുടെ താല്പര്യമാണ് ചോദിക്കുന്നത്. ഗോവിന്ദച്ചാമി വക്കാലത്ത് ഒപ്പിട്ട് നൽകി എന്നുള്ളത്, താങ്കൾ ഗോവിന്ദച്ചാമിയെ കാണാൻ ചെന്നു, അദ്ദേഹം പിടിയിലായിരിക്കുമ്പോൾ, അദ്ദേഹം ജയിലിലായിരിക്കുമ്പോൾ, അതല്ലാതെ നിങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. താങ്കൾ പക്ഷേ ഇക്കാര്യത്തിൽ വളരെ ഉത്സാഹിയാണ്. ആ ഉത്സാഹത്തിന് പിന്നിലുള്ള ഘടകമാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലൊരു ഉത്സാഹത്തിൻ്റെ കഥയില്ല. കേരള ജനത ഒരു ഭാഗത്തും അഡ്വക്കേറ്റ് BA ആളൂർ ഒരു ഭാഗത്തും. ഇതാണ് ഈ കേസ് ആരംഭം മുതൽ ഉണ്ടായിരുന്നത്. ഇവിടെ കേരളത്തിൽ എത്രയോ കൊലപാതകങ്ങളും എത്രയോ ബലാത്സംഗ കേസുകളും നടക്കുന്നു. ഈ പറയുന്ന കേസിൽ ആർക്കും ഉണ്ടാകാത്തൊരു ഉത്കണ്ഠ ഈ കേസിലുണ്ട്. കാരണം
കേരളത്തിലെ ഒരു പെൺകുട്ടി തമിഴ്നാട്ടുകാരനായ ഒരു പ്രതി തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ ആര് ഉത്സാഹം കാണിക്കുമായിരുന്നു? കേരളത്തിൽ എത്രയോ ഒഡീസയിലെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, മറ്റെത്രയോ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നു. അങ്ങനെയല്ല, ഇതിപ്പോൾ തമിഴ്നാട്ടുകാരനാണ് പ്രതി എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ആത്മരോഷം ഉണർന്നു പോയതല്ല. ഈ ഭൂമിയിലുള്ള ഏത് സ്ത്രീക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടായാലും, ഏത് പെൺകുട്ടിക്ക് ഇങ്ങനെ ഉണ്ടായാലും ഇതേ ധാർമ്മിക രോഷം ഉണ്ടാകണം. അതേ ധാർമ്മിക രോഷമേ സൗമ്യയുടെ കാര്യത്തിലും ഉണ്ടായുള്ളൂ. അതിൽ പ്രതിയായ ആൾ തമിഴ്നാട്ടുകാരനായതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു വികാരമേ അല്ല. ശ്രീ ആളൂർ, താങ്കൾ അത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്കളെ നയിക്കുന്ന ഘടകം എന്താണ് ശ്രീ ആളൂർ? ഒരു പരിചയവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പിൻബലവും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി താങ്കൾ ഇത്ര എഫേർട്ട് എടുത്ത് കേസ് നടത്തും എന്ന് ഞാൻ കരുതുന്നില്ല. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മഹാരാഷ്ട്രയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ്. മഹാരാഷ്ട്രയിലെ എന്നെ പരിചയമുള്ള ആരും തന്നെയില്ല. എത്രയോ പരിചയമില്ലാത്ത ആളുകൾ കേസ് ഏൽപ്പിക്കുന്നു. ഒരു വക്കീലിനെ വിശ്വാസത്തോടെയാണ് കേസ് ഏൽപ്പിക്കുന്നത്. ആ വിശ്വാസത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. സമ്മതിച്ചു. ആര് താങ്കളെ കേസ് ഏൽപ്പിച്ചു? ഗോവിന്ദചാമിക്ക് താങ്കളെ അറിയില്ലല്ലോ. കുറ്റം വക്കീലിനോട് ഏറ്റുപറയുന്നു. ഈ ലോകത്തിലെ ഒരു വക്കീലിനെയും ഒരു പ്രതിയെയും അറിയില്ല. കേസ് ഏൽപ്പിക്കുന്നു, വക്കീലിനോടുള്ള വിശ്വാസത്തോടെയാണ് കേസ് ഏൽപ്പിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന കാര്യം ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പ്രതി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു, അദ്ദേഹം നമ്മുടെ നീതിന്യായ സംവിധാനം പ്രതിയെ സംബന്ധിച്ച് എല്ലാ അവകാശങ്ങളും ഉറപ്പു നൽകുന്നതാണ്. ഇനി അദ്ദേഹത്തിന് ഒരു വക്കീലില്ലെങ്കിൽ സ്റ്റേറ്റ് അദ്ദേഹത്തിന് വക്കീൽ ഏർപ്പാടാക്കി കൊടുക്കണം. അതിപ്പോൾ എത്ര നിഷ്ഠൂരമായ കുറ്റകൃത്യം ചെയ്ത ആൾക്കായാലും അത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന സവിശേഷത. ഞാൻ ചോദിക്കുന്നത് ശ്രീ ബി എ ആളൂർ, അതല്ല. ഇപ്പോൾ ഗോവിന്ദചാമി എന്ന ജയിലിൽ കിടക്കുന്ന ആൾക്ക് മഹാരാഷ്ട്രയിൽ കേസ് നടത്തുന്ന താങ്കളെ അറിയാൻ ഞാനായിട്ടൊരു വഴിയും കാണുന്നില്ല. അപ്പോൾ താങ്കളെയും ഈ ഗോവിന്ദചാമിയെയും ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാകണമല്ലോ. ഇല്ലെങ്കിൽ താങ്കൾ അവിടെ നിന്ന് കേരളത്തിലേക്ക് വരികയും നിയമസഹായം സൗജന്യമായി വാഗ്ദാനം ചെയ്യുകയും ഉണ്ടാകില്ലല്ലോ. താങ്കൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് നടത്തുകയാണ്. കേസിൻ്റെ വഴിത്തിരിവിനി എന്താകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ താങ്കളുടെ നിശ്ചയദാർഢ്യത്തിന് ഒരു മാറ്റവുമില്ലല്ലോ. അങ്ങനെ വാശി പിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഇത്രയും കാര്യമായി ഈ കേസിന് പുറകെ നടക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകുമല്ലോ. അതെന്താണ് ശ്രീ ബി എ ആളൂർ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ ഈ കേരളത്തിൽ മാത്രമല്ല, ഞാൻ ഇന്ത്യയിൽ പല ഭാഗത്തും കേസ് നടത്തുന്നുണ്ട്. തമിഴ്നാട്, കർണാടകം, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ദില്ലി, ഇപ്പോൾ ഞാൻ പഞ്ചാബിൽ പോകുന്നു. ഓരോ വ്യക്തികളും നമ്മൾ കേസ് ഏൽപ്പിക്കുന്നു പല റിലേഷൻ വഴിക്ക്. ആ വ്യക്തികൾ ഏൽപ്പിക്കുന്ന കേസ്, ഇപ്പോൾ ജിഷ മർഡർ കേസും എന്നെ ഏൽപ്പിച്ചിരുന്ന ഒരു അഭിഭാഷ മുഖേന. ആ കേസ് ഞാൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ പറയുന്ന സംഗതി ഇതാണ്: ഒരു വക്കീലിനോടുള്ള ഒരു പ്രതി നടത്തുന്ന അവരുടെ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, ആ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്ന് തീരുമാനിക്കുന്ന കോടതി, അത് നടത്താൻ അയാളെ വക്കീലിനെ കേസ് ഏൽപ്പിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരു കേസ് ഏൽപ്പിക്കുന്നു, അത് ഞാൻ വളരെ നീതിപൂർവമായി നടത്തുന്നു. ഇതിനപ്പുറമായിട്ട് ആര് സ്പോൺസർ ചെയ്തെന്നോ അല്ലെങ്കിൽ മറ്റെല്ലാ സംഗതികൾ, ചില രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു സ്പോൺസർഷിപ്പ്, അതാണ് താങ്കൾ അക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരും. അഡ്വക്കേറ്റ് ഉദയഭാനു ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് ഉദയഭാനു, പ്രോസിക്യൂഷന് ഉത്തരമുണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിമർശിക്കപ്പെടുന്ന വസ്തുത. സൗമ്യയുടെ അമ്മ ഈ ചർച്ചയിൽ തന്നെ വക്കീലിന് പോരായ്മ സംഭവിച്ചു എന്ന സങ്കടം പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായപ്പോൾ ഉള്ള വൈകാരികതയിൽ നിന്ന് വരുന്നതാണോ, അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ശ്രീ അഭിലാഷ്, ഇന്ന് കോടതിയിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അഭിലാഷ് അടക്കമുള്ള മറ്റ് മാധ്യമപ്രവർത്തകരും എന്നോട് ഇത് ചോദിച്ചപ്പോൾ മാത്രമാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. വൈകുന്നേരം വരെ 4:30 ശേഷം വരെ ഞാൻ കോടതിയിൽ പുറത്തിറങ്ങിയപ്പോൾ അങ്ങനെ ഒരു ന്യൂനത ഈ ചർച്ചയിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പക്ഷേ അമ്മയുടെ പ്രതികരണത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കുന്നത് കേവലം വൈകാരികമായിട്ടുള്ള പ്രതികരണം മാത്രമായിരിക്കാനാണ് സാധ്യത. കാരണം ഇത് കോടതിയുടെ അന്തിമമായ ഒരു വാദത്തിന്റെ ഒരു അന്തിമ തീർപ്പിന്റെ ഘട്ടത്തിലുള്ളതൊന്നുമല്ല. വാദത്തിനിടയിൽ ഒരുപക്ഷെ കോടതി ചോദിച്ച ചില കാര്യങ്ങൾക്ക് പ്രോസിക്യൂട്ടർ മുഴുവൻ രേഖകളും പരിശോധിച്ച് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഫലപ്രദമായി കോടതിയിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കോടതി അത് ചടുലമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ പറയാൻ കഴിയാതെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ തടസ്സം മാത്രമാണ്. അത് പ്രോസിക്യൂട്ടർക്ക് ആ കേസ് പഠിച്ച് നാളെ പറയാൻ കഴിയുന്നേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇതിന്റെ ഒരു വിചാരണയുടെയും അതുപോലെ തന്നെ അപ്പീൽ കോടതിയിലും ഉണ്ടായ കേസിന്റെ പുരോഗതിയുടെ നാൾ വഴികൾ നാം പരിശോധിക്കുമ്പോൾ
കേസിൽ പ്രോസിക്യൂഷൻ വേണ്ടത്ര ഗൗരവത്തോടുകൂടി തന്നെ തെളിവുകൾ ഹാജരാക്കിയെന്നും ആ തെളിവുകൾ കേസിലെ പ്രതിയെ ശിക്ഷിക്കാൻ പര്യാപ്തമായിരുന്നു എന്ന് 2 കോടതികൾ കണ്ടെത്തി. തീർച്ചയായും അവിടെയുള്ള വ്യത്യാസം ശ്രീ ഉദയഭാനു, സൗമ്യയുടെ അമ്മയും പറയുന്നത് ആ വക്കീൽ, അതായത് വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ വക്കീൽ സുരേഷൻ, അദ്ദേഹത്തെ തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏൽപ്പിക്കണം, അദ്ദേഹത്തിലാണ് ഞങ്ങൾക്ക് വിശ്വാസം എന്നവർ പറയുന്നു. ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ കൂടി സഹായമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സജീവത ഉണ്ടായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നത് കുറെ കൂടി സ്റ്റേച്ചറുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ടത്ര നടന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ആരും പുറത്തു പറയാൻ തയ്യാറല്ല എങ്കിലും. അങ്ങനെ അത്തരത്തിൽ വേണ്ടത്ര കേസ് പഠിക്കാത്ത, അല്ലെങ്കിൽ വേണ്ടത്ര മനസ്സിലാക്കാത്ത, വേണ്ടത്ര ജാഗ്രത പുലർത്താത്ത അവസ്ഥ ഇക്കാര്യത്തിലുണ്ടോ? വിചാരണ കോടതിയിൽ നടത്തുന്ന അതേ അഭിഭാഷകൻ തന്നെ ഉയർന്ന കോടതികളിൽ നടത്തിയിരിക്കണം, എന്നാൽ മാത്രമേ കേസിന്റെ അന്തിമമായിട്ടുള്ള വിജയം ഉണ്ടാകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമപുസ്തകങ്ങളിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളൊന്നും തന്നെ വിജയത്തിന്റേത് അല്ലെങ്കിൽ പരാജയത്തിന്റെ രീതിയിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ബാലിശമായിട്ടുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള വാദം മാത്രമാണ്. അത് അവർക്ക് ആ വീട്ടുകാർക്ക് വിശ്വാസം അർപ്പിക്കത്തക്ക രീതിയിൽ അതിന്റെ പ്രോസിക്യൂട്ടർക്ക് മാനസികമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നത് വളരെ വിജയകരമായിട്ടുള്ള കാര്യമാണ്. അതിനർത്ഥം അതേ പ്രോസിക്യൂട്ടർ തന്നെ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഉന്നത നീതിപീഠത്തിലും ഹാജരായിക്കൊള്ളണം എന്നും തന്നെ ഇല്ല. സർക്കാർ മാറി വരുന്നതനുസരിച്ചും അതുപോലെ തന്നെ സാഹചര്യങ്ങളും കോടതികളും മാറുന്നതനുസരിച്ച് ഗവൺമെന്റിന്റെ താല്പര്യം, പ്രോസിക്യൂഷന്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുവാനായിട്ട് ആ കോടതിയിൽ കിട്ടാവുന്ന യോഗ്യതയുള്ള ഏറ്റവും മെച്ചപ്പെട്ട അഭിഭാഷകനെ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. അക്കാര്യത്തിൽ ദുരൂഹതയൊന്നും നമ്മൾ ആരോപിക്കേണ്ട കാര്യവുമില്ല. പക്ഷേ അവരുടെ ഒരു വികാരം പങ്കുവച്ചപ്പോൾ ഞാനത് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇവിടെ നമ്മുടെ കോടതികൾ തെളിവ് കോടതികളാണ്. കോടതിക്ക് മുൻപാകെ വേണ്ടത് തെളിവാണ്. ഈ കേസിനെ സംബന്ധിച്ച് അങ്ങനെ വസ്തുതാപരമായ തെളിവ് ഹാജരാക്കുന്നതിൽ പോരായ്മ ഉണ്ടാകുന്നുവെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വിചാരണ കോടതിയിൽ 7 മാസം നീണ്ടുനിന്ന വിചാരണയ്ക്കിടയിൽ 85 എവിഡൻസും കൂടാതെ 5 അഡീഷണൽ എവിഡൻസും കൂടി 90 തെളിവുകൾ, രേഖകൾ ഹാജരാക്കി. ഏതാണ്ട് 6000-ഓളം വരുന്ന സാക്ഷിമൊഴികൾ, 6000-ഓളം പേജുകൾ വരുന്ന സാക്ഷിമൊഴികൾ, അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് 400 പേജോളമുള്ള ജഡ്ജ്മെന്റ് ഇതുണ്ടായി. അതിനുശേഷം 3 മാസം കേരള ഹൈക്കോടതിയിൽ ഈ കേസ് ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ട് നടക്കുകയും അതിന്റെ ഹൈക്കോടതിയുടെ തീരുമാനം കീഴ്ക്കോടതിയുടെ വിധി അപഹേളനം ചെയ്തുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് വധശിക്ഷ ശരിവെച്ചുകൊണ്ട് വിധി വരികയുണ്ടായി. അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് പോയി. അഡ്വക്കേറ്റ് ശ്രീ CP ഉദയഭാനു സൂചിപ്പിച്ചതുപോലെ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും കേസ് കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകൻ തന്നെ സുപ്രീം കോടതിയിൽ പോകണമെന്നുള്ളത് ഒരു നിയമത്തിന്റെ ഭാഗമല്ല. പക്ഷേ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാൻ പോകുന്ന അഭിഭാഷകൻ അതാരായാലും പരിണതപ്രജ്ഞരായ അഭിഭാഷകർ വിചാരണ കോടതിയിൽ നടന്ന സാക്ഷിമൊഴികൾ മുഴുവൻ വായിച്ച് ജഡ്ജ്മെന്റും അതുപോലെ തന്നെ ആർഗ്യുമെന്റ്സും ഒക്കെ മനസ്സിലാക്കി മാത്രമേ സുപ്രീം കോടതിയിൽ അപ്പീൽ വാദം പറയാൻ പോകുമ്പോൾ പോകാവൂ എന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക്, പ്രത്യേകിച്ചും ഇതുപോലുള്ള കേസുകളിൽ. ഇത് അഡ്വക്കേറ്റ് ആളൂർ ചോദിക്കുന്നു, എത്രയോ പേർ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, എത്രയോ പേർ കൊല്ലപ്പെടുന്നു, എന്താണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ കേസിൽ മാത്രം ഇത്രയൊരു ഔത്സുക്യം എന്ന് ചോദിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് ആളൂരിനോട് ഞാൻ വിനയപൂർവ്വം പറയുന്നു, അങ്ങയുടെ കുടുംബത്തിലെ അംഗങ്ങളോട്, വിശേഷിച്ച് സ്ത്രീകളോടൊന്ന് ചോദിച്ചു നോക്കണം. നേരിട്ട് അനുഭവമില്ലെങ്കിലും ഇത്തരമൊരു ക്രൂരത നാട്ടിൽ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ കേരളത്തിൽ ഓരോ സ്ത്രീയുടെ, ഓരോ പെൺകുഞ്ഞിന്റെയും, ഓരോ സ്ത്രീയുടെയും മനസ്സിലുണ്ടാകുന്ന ആകുലത എത്ര വലുതാണെന്നൊരു സ്ത്രീക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇത്രയും ക്രൂരമായ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടതിനെ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ സ്വാതന്ത്ര്യത്തെ, തൊഴിൽപരമായ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നുണ്ട് എങ്കിൽ പോലും എന്തുകൊണ്ട് കേരളത്തിലെ ജനത ഇതിൽ ഇങ്ങനെ പെരുമാറുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്റെ മകൾക്കൊരു എന്ത് കാര്യമാണോ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഈ ലോകത്ത് ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകരുതെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ആ ഒരു കാര്യമാണ് കേരളത്തിലെ ജനത പറയുന്നത്. ഇവിടെ അക്ഷന്തവ്യമായ തെറ്റ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് കോടതി ചോദിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞില്ല? ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സാക്ഷിമൊഴികൾ, സഹയാത്രികർ, അവർക്ക് പ്രതിരോധിക്കാനോ പ്രതിഷേധിക്കാനോ കഴിഞ്ഞില്ല എങ്കിൽ പോലും അവർ സാക്ഷിമൊഴികൾ പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു, കോടതിയിലുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാർ കൺഫെഷൻ, എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ നടത്തിയ
ഒരു പ്രതി അതിനെക്കുറിച്ച് കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു ഡോക്ടറുടെ മുന്നിലാണ് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ നടത്തിയത്. അത് വളരെ കൃത്യമായി ആ ഡോക്ടർ കോടതിയിൽ മൊഴിയായി കൊടുക്കുകയുണ്ടായി. ശാസ്ത്രീയമായി അതിനെ ശരിവെക്കുന്ന ശാസ്ത്രീയമായ തെളിവുകൾ ഇതെല്ലാം വിചാരണ കോടതിയിൽ ഹാജരാക്കിയാണ് ഈ കേസ് നടത്തിയത്. ഞാൻ അഡ്വക്കേറ്റ് സുരേഷൻ അദ്ദേഹത്തെ ഒരിക്കൽ ഗുരുവായൂരിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പാദത്തിൽ നമസ്കരിക്കാൻ തോന്നി. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് പ്രതിഫലം കാര്യമായി ഒന്നും കൊടുക്കാതെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള ഒറ്റ വികാരം കൊണ്ട് ഞാൻ ഇന്നും ഓർക്കുന്നു. തൃശൂർ അതിവേഗ കോടതിയുടെ വിധി വന്ന ദിവസം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു മകളുണ്ട്, എന്റെ മകളെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ കേസ് നടത്തിയത്. കേരളത്തിലെ ഓരോ പിതാക്കന്മാരുടെയും വികാരമാണത്. തീർച്ചയായും ഇത് കേരളത്തിന്റെ പൊതുവികാരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീമതി ബിന്ദു കൃഷ്ണ തുടരുക. വീണ്ടും സൗമ്യയുടെ അമ്മ സുമതി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി സുമതി, ഇവിടെ ഇപ്പോൾ വേണ്ടത്ര തെളിവില്ല എന്നൊരു സംശയമാണ് വരുന്നത്. അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത് ഇതിന് തെളിവ് വേണം എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെടുന്ന ഘട്ടത്തിലാണ്. അങ്ങനെ തെളിവില്ലാത്തത് കൊണ്ട് ഈ കേസിൽ പ്രതി രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടോ? അല്ലെങ്കിൽ ഈ തെളിവില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഥയുണ്ടോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് ഹൈക്കോടതി എന്നിട്ട് ഈ കേസിന്റെ തെളിവ് ഇത്രയും ഇതായിട്ട് പിന്നെ വധശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിവ് ഉണ്ടായിട്ട് തന്നെയല്ലേ നമ്മൾ ചെയ്തത്, അല്ലേ? അങ്ങനെ തന്നെ കാരണം കൊണ്ടല്ലേ വന്നത്. ഇപ്പം ഈ ഇത്രയും നാൾ വരെ ഇതിന് തെളിവുണ്ടായിരുന്നു. ഇപ്പോഴും തെളിവുണ്ട്, ഇതിനെല്ലാം തെളിവുണ്ട്. ഇത് ബാധിച്ച ആൾക്കാർക്ക് ഇതിന് നല്ലപോലെ തെളിവ് അവരുടെ കയ്യിലുണ്ട്. ആ തെളിവോട് കൂടെ തന്നെ ഗോവിന്ദൻ ചാമി തന്നെയാണ് ഈ കുട്ടീനെ ഇത് ചെയ്തതെന്നുള്ളതിന് യാതൊരു മാറ്റമില്ല. അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. ഇപ്പം വന്നിട്ട് അതെന്തേന്ന് ചോദിക്കുന്നതല്ല അതിന്റെ ശരി. അപ്പോഴും ഉള്ള ഒരു പ്രശ്നം ശ്രീമതി സുമതി, ശരിയാണ്, വിചാരണ കോടതി വളരെ പെട്ടെന്ന് അന്വേഷണം കഴിഞ്ഞു, അതിവേഗ കോടതി വിധി പറഞ്ഞു. ഇത് 2011 തന്നെ കഴിഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും ആ ശിക്ഷ നടപ്പായിട്ടില്ല എന്ന് മാത്രമല്ല, തെളിവുണ്ടോ എന്ന ഒരു ചോദ്യം ഉയർന്നു വരികയും ചെയ്യുന്നു. ഈ ശിക്ഷ നടപ്പാകാതിരിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം നൽകുന്നുണ്ടോ സമൂഹത്തിന്? തീർച്ചയായിട്ടും ഗോവിന്ദൻ ചാമിയെ പോലുള്ള ആൾക്കാരെ തൂക്കിക്കൊല്ലണം. ഞാൻ ആദ്യം മുതൽ തുടക്കം മുതൽ ഇന്ന് വരെ ഞാൻ നമ്മുടെ നിയമത്തോട് പറയുന്ന ഒരു കാര്യമാണ്, ഗോവിന്ദൻ ചാമിയെ പോലുള്ള ഒരാളെ തൂക്കിക്കൊന്നെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ നാട്ടിലെ പീഡനങ്ങൾക്കും ഈ ദുരന്തത്തിൻ്റെ ഒരു പരിഹാരം ഇതിന് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ഇനി ഗോവിന്ദൻ ചാമി പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ല ദുരന്തം ഉണ്ടാവുക. ഇതിലപ്പുറം ഒരു പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപമാകും. ശരി, അതാണ് ശ്രീ ബി എ ആളൂർ. ഒന്ന്, ഇയാളൊരു ഹബിച്വൽ ഒഫൻഡറാണ്. അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ഇളവർഹിക്കുന്ന ആളാണ് എന്ന് നമുക്ക് തോന്നാത്ത തരത്തിൽ ഉള്ള ഒരു ക്രൂരകൃത്യമാണ് നടന്നതും നേരത്തെ ശ്രീമതി ബിന്ദു കൃഷ്ണ പ്രകടിപ്പിച്ചതും കേരളത്തിലാകെയുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ ഒരു വികാരവുമാണ്. ഈ കേസിൽ തെളിവില്ല എന്ന് വാദിച്ചു നിൽക്കാം, ജയിക്കാം എന്നൊരു ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ? ഇവിടെ കേസിൻ്റെ ജയമോ പരാജയമോ അല്ല. ഒരു ബിന്ദു കൃഷ്ണ ഒരു അഭിഭാഷകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു അഭിഭാഷകയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന സംഗതികൾ, അവർ കേസ് നടത്തുന്നുണ്ടെങ്കിൽ ഇതിലെ പ്രതിഭാഗമായാലും സർക്കാർ ഭാഗമായാലും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനും ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഞാനും പല കേസുകളും പബ്ലിക് പ്രോസിക്യൂട്ടറായി കേസ് നടത്തുന്നുണ്ട്. കേസ് കൈകാര്യം ചെയ്യുന്ന രീതി, തെളിവ് കൊണ്ടുവരുന്ന രീതി, അതാണ് ഒരു കേസിൻ്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. അവിടെ അഭിഭാഷകൻ കേസ് നടത്തുന്നതുകൊണ്ട് വിജയിക്കുന്നു, അഭിഭാഷകൻ കേസ് നടത്തുന്നില്ല എന്നുകൊണ്ട് വിജയിക്കുന്നില്ല എന്നുള്ളതല്ല. ഇന്ന് സുപ്രീം കോടതിയിൽ ബഹുമാന്യനായ മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ഈ കാര്യങ്ങളെല്ലാം കോടതിയിൽ സംസാരിച്ചതാണ്, ആർഗ്യുമെന്റ് ചെയ്തതാണ്, കോടതിയിലെ കാര്യങ്ങളെല്ലാം വിലയിരുത്തിയതാണ്. പ്രോസിക്യൂഷൻ കേസ് ശരിക്കും നടത്തിയില്ല എന്നുള്ളതല്ല, പ്രോസിക്യൂഷൻ നടത്തിയ കേസാണല്ലോ ഹൈക്കോടതിയിലും കീഴ്ക്കോടതിയിലും പരിഗണിച്ചത്. ആ കേസാണ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇനി വേറെ ഒരു തെളിവുണ്ടാക്കാനോ തെളിവ് കൊണ്ടുവരാനോ ഈ കോടതിയിൽ സാധ്യമല്ല. ഈ കോടതി, ഈ പരമോന്നത നീതിപീഠം കൊണ്ടുവന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു റേപ്പ് ആൻഡ് മർഡർ നടന്നു എന്നാണ് ഈ പ്രതിക്കുള്ള എതിരെയുള്ള ആരോപണം. ഈ ഹെബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഗോവിന്ദസ്വാമി പ്രതിയായതും. മറ്റുള്ള സാഹചര്യങ്ങളെല്ലാം കേരള ജനത ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കണം.
എന്ന് കേരള ജനത ചിന്തിക്കുന്നു. ഇല്ല, നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നമ്മുടെ മാനസിക നിലയ്ക്ക് അനുയോജ്യനായ തൂക്കുകാരന് പറ്റിയ ആളെ കണ്ടെത്തുന്ന മാതിരി പ്രതിയെ പിടിച്ചതാണ് എന്നുള്ള വാദം നിലനിൽക്കണമെങ്കിൽ ശ്രീ ആളൂർ അതിന് വസ്തുത വേണം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. എനിക്ക് അതിനു മുൻപ് ഉന്നയിക്കാനുള്ള ഒരു വിഷയം, ശ്രീമതി പി ഗീത, ഇവിടെ ഗോവിന്ദച്ചാമിയാണ് സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളി താഴെ ഇട്ടത് എന്നതിൻ്റെ തെളിവ് എവിടെ എന്ന് കോടതി ചോദിക്കുമ്പോൾ അതിലൊരു ദയാരാഹിത്യമില്ലേ? ഇതേ നിലയിൽ സൂര്യനെല്ലി കേസിൽ ആ പെൺകുട്ടിക്ക് രക്ഷപ്പെടാവുന്ന സാഹചര്യങ്ങളിൽ രക്ഷപ്പെട്ടുകൂടായിരുന്നോ, ഓടിപ്പോയിക്കൂടായിരുന്നോ എന്ന് കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നിയമത്തിൻ്റെ സാങ്കേതികതയ്ക്ക് അകത്തു നിന്നുകൊണ്ടുള്ള ഒരു ദയാരഹിതമായ ചോദ്യങ്ങൾ, പെരുമാറ്റം ഉണ്ടാകുന്നുണ്ടോ? വാസ്തവത്തിൽ ഈ കോടതികൾ ആണുങ്ങൾക്ക് വേണ്ടി മാത്രമാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഉത്കണ്ഠ എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ല, എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ ആളൂര് ഒരു പക്ഷേ വളരെ പ്രൊഫഷണലായിട്ട് മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് എനിക്കറിയാം. ഞാനത് അനുഭവിക്കുകയും ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഇപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എൻ്റെയൊക്കെ ഉള്ളിലുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ ഗോവിന്ദച്ചാമി ഇങ്ങനെ ട്രെയിനിലൊക്കെ ഇറന്ന് നടന്നിരുന്ന ഒരൊറ്റ കയ്യനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമായിട്ട് മുൻപ് പരിചയമില്ല എന്ന് അഡ്വക്കേറ്റ് ആളൂരിനെ പോലെയുള്ള ഒരാൾ പറയുകയും ചെയ്യുന്നു. അപ്പം ഇത്ര എഫിഷ്യൻ്റ് ആയിരിക്കുന്ന, ഇത്ര കോസ്റ്റ്ലി ആയിരിക്കുന്ന ഒരു ഡിഫൻസ് വക്കീലിനെ എങ്ങനെയാണ് ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ഒരാൾ കൊണ്ടുവരിക എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. അപ്പം ആ സംശയം എന്ന് പറഞ്ഞാൽ കോടതിക്ക് ആ സംശയത്തിൽ തെളിവൊന്നുമില്ല കേട്ടോ. അത് ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന്, സ്ത്രീ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സംശയമാണ്, ഒരു ആധിയാണ്. അതോടൊപ്പം തന്നെ അതിൽ വരുന്ന ഒരു മറ്റൊരു ഘടകം എന്താന്ന് വെച്ചാൽ, ഈ കുട്ടി അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി ആണല്ലോ ഈ കുട്ടി കൊല ചെയ്യപ്പെടുന്നത്. ജോലി ഉപേക്ഷിച്ചിട്ടോ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടോ ഒക്കെ ആ കുട്ടി തിരിച്ചു വരികയായിരുന്നു. അപ്പൊ ആ കുട്ടി ഈ ട്രെയിനിൽ തന്നെ കയറാൻ ഇടയായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതുവരെ ആ കുട്ടിക്ക് അപരിചിതനായിട്ടുള്ള ഒരാള് ഈ കുട്ടിയെ ഫോളോ ചെയ്തു എന്നുള്ള ഒരു നിലയ്ക്ക്, അങ്ങനെയാണ് എന്നെ പോലുള്ളവർക്കൊക്കെ മനസ്സിലാവണത്. അതൊരു പക്ഷെ കോടതിയിലെ യുക്തിക്കോ ഒന്നും നിരക്കുന്നതായിരിക്കും എങ്കിൽ പോലും അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നു. ഇനി അതിനുള്ള ശിക്ഷ എന്താന്ന് വെച്ചാൽ ഞാൻ ഏറ്റുവാങ്ങാം. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രകോപനം, പെട്ടെന്ന് ഈ പെൺകുട്ടിയെ കാണുകയും ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കോടതി പറയുന്നത് പോലെ തന്നെ അദ്ദേഹമല്ല കൊന്നത് എന്ന് തന്നെ വിചാരിക്കുക. ബലാത്സംഗത്തിന്റെ ആഘാതത്തിൽ ആ കുട്ടി ട്രെയിനിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണെങ്കിൽ പോലും എന്താണ് അതുണ്ടാക്കുന്ന ഒരു സാഹചര്യം, എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം രൂപീകരിക്കപ്പെട്ടത്, ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? അപ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള സൗമ്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വസ്തുതകൾ എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ ചില മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ഏതുപോലെയെങ്കിൽ ജിഷ സംഭവത്തിൽ മുഖമേ കാണാത്ത ഒരു അമീറുൽ ഇസ്ലാമിനെ ഞാൻ കണ്ടിട്ടില്ല. മാധ്യമങ്ങളിലൊന്നും അമീറുൽ ഇസ്ലാമിന്റെ മുഖം കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളത് ആകെ ഇദ്ദേഹത്തിന്റെ രേഖാചിത്രം മാത്രമാണ്. ഇങ്ങനെ ഒരാളെ ചൂണ്ടിക്കാണിച്ച് കൊണ്ടുവരുമ്പോൾ ജിഷയുടെ കേസിലും ഭാവിയിൽ ചോദിക്കാൻ ഇടയുള്ള ഒരു ചോദ്യമുണ്ട്. തെളിവില്ല, ഇതാണ് അമീറുൽ ഇസ്ലാം എന്നുള്ളതിന് തെളിവില്ല, പ്രതി ഇതാണ് എന്നുള്ളതിന് പോലും തെളിവില്ലാതായി പോകുന്ന ഒരു തിരക്കഥയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇപ്പോൾ സൂര്യനെല്ലി ഉൾപ്പെടെ, വിദുര ഉൾപ്പെടെ, ഐസ്ക്രീം പാർലർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ സ്ത്രീ പീഡന കേസുകളുണ്ട്, സെക്സ് റാക്കറ്റ് ഇഷ്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ കൃഷ്ണപ്രിയ സംഭവം മുതൽക്കുള്ള സ്ത്രീ പീഡന കേസുകളുണ്ട്, പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് കൊല്ലുന്ന കേസുകളുണ്ട്. ഇതിൽ ഏതിലാണ് വാസ്തവത്തിൽ സൗമ്യയുടെ സംഭവം പെടുക എന്നുള്ളത് പോലും നമ്മളെ ആശങ്കയിലാക്കുന്ന തരത്തിലാണ്. ഇതുവരെ നമ്മൾ വിചാരിച്ചത് ഒരൊറ്റ ഗോവിന്ദച്ചാമിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതിനെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണല്ലോ ഈ പ്രോസിക്യൂട്ടർ അങ്ങോട്ട് പോയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, നമുക്ക് വേണ്ടി വാദിക്കേണ്ടുന്ന ആളാണ്, കേരളത്തിന് വേണ്ടി വാദിക്കേണ്ടുന്ന ആള് അവിടെ പോയിട്ട് മിണ്ടാട്ടം മുട്ടി നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തോൽക്കാൻ തീരുമാനിച്ചു, കേരളം തോൽക്കാൻ തീരുമാനിച്ചു. സ്ത്രീകളുടെ കാര്യത്തിൽ വോയിസ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു കേരളം. ഒരു അച്ഛൻ അവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലോ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ, ഇനി ഒരു അമ്മയുടെ ആത്മഹത്യ കൂടി കേരളം ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം, നടക്കട്ടെ. ശരി, അതാണ് അക്കാര്യത്തിലെ താങ്കളുടെ വിഷമം. സൗമ്യയുടെ അമ്മയിലേക്ക് ശ്രീമതി സുമതി, ഇവിടെ ഇപ്പോൾ ശ്രീ ബി എ ആളൂർ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. എളുപ്പത്തിൽ കിട്ടാവുന്ന, എളുപ്പത്തിൽ കുറ്റമേൽപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രതിയെ കണ്ടുപിടിച്ച് ഈ കേസ് അങ്ങനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് അവർ സുപ്രീം കോടതിയിൽ വാദിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, അതെങ്ങനെയാ അങ്ങനെ വരിക? സൗമ്യ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, കൈയില്ലാത്തൊരു ഒരുത്തരാണ് എന്നെ ഇങ്ങനെ ഇതാക്കുന്നുള്ളതിന് മെസ്സേജ് അവളെ ഫോണിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ, ട്രെയിനിൽ വെച്ചിട്ട് അവള്. പിന്നെ
അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇടയിൽ അവിടെ സംസാരിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു പറഞ്ഞ വാക്കുകൾ അവിടെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ആ പിന്നെ എങ്ങനെയാ അതല്ലാന്ന് പറയാ? എങ്ങനെയാ അതല്ലാന്ന് പറയാ? ഇതെല്ലാം തെളിവല്ലേ? എല്ലാത്തിനും തെളിവുണ്ടല്ലോ, എല്ലാത്തിനും തെളിവുണ്ട്. സുപ്രീം കോടതിയിൽ ശരിക്കുള്ള ചോദ്യം ഈ വക്കീലിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഈ വക്കീൽ ഇവര് വെച്ച കാര്യങ്ങൾ വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുകളുണ്ട്. നല്ല തെളിവോട് കൂടി തന്നെയാണിത്. ഇനി അവർക്ക് ഇത് തേച്ച് മായ്ച്ചു കളയണമെന്നുണ്ടാവുമായിരിക്കും, ഗോവിന്ദചാമിനെ പുറത്തിറക്കണമെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കും. ഇവിടെ നിയമം സമ്മതിക്കരുതെന്നാണ് എനിക്ക് പറയാം. അതെ, ശ്രീമതി സുമതി, വളരെ സ്വാധീനമുള്ള ആളാണ് ഈ പ്രതി എന്ന് തോന്നുന്നുണ്ടോ? ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ഇത്രയും വലിയ നിയമസഹായം കിട്ടുമോ എന്ന സംശയം നേരത്തെ തന്നെ ഉണ്ട്. ഇയാൾക്ക് എന്ത് സ്വാധീനമുണ്ടാകാനാണ്? സ്വാധീനം ഇല്ലാതെ ഒരാളല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു കേസ് ബാധിക്കാൻ സുപ്രീം കോടതിയിൽ എത്തൂ? കീഴ്ക്കോടതിയിൽ ഹൈക്കോടതിയിൽ നല്ല ഒരാളല്ലേ വന്നത് അയാൾക്ക് വേണ്ടിയിട്ട്? അതങ്ങനെ തന്നെ ആയിരിക്കണല്ലോ. അതെ, ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ അതിൽ ഒത്തുകളി ഉണ്ട് എന്ന് ഭയപ്പെടുന്നുണ്ടോ? ഇപ്പം എന്തെല്ലാം ഇപ്പം സംശയിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയാതെയായിട്ട് ഇരിക്കണത് ഞാൻ. കാരണം ഈ കേസ് ഇപ്പം ഇങ്ങനെ വന്ന കാരണം കൊണ്ട് മനസ്സാകെ ചത്തു. ഇന്ന് രാവിലെ ഈ ന്യൂസ് കേട്ടപ്പം മുതലേ കരച്ചിൽ തന്നെയാണ്. നമുക്ക് ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു ക്രൂരത ചെയ്ത, ഇത്രയും വലിയൊരു ദുരന്തം എൻ്റെ കുട്ടീനെ, അവളൊരു നല്ല കാര്യത്തിന് വരുമ്പം ഇത്രയും വലിയൊരു ക്രൂരത എൻ്റെ കുട്ടിയോട് ചെയ്തിട്ട് ഇന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞ് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ എത്ര വേദന ഉണ്ട്. ഇവിടെ അമ്മ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ സർക്കാരിനോട് എന്താണ് ഇനി ആവശ്യപ്പെടാനുള്ളത്? ഇപ്പോഴത്തെ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, ഈ കേസ് ബാധിക്കാൻ സുപ്രീം കോടതിയിൽ ഇത്രയും നാൾ എൻ്റെ മോളുടെ കേസ് ബാധിച്ച്, സൗമ്യയുടെ കേസ് ബാധിച്ച് സുരേഷ് വക്കീലിനെ തന്നെ സുപ്രീം കോടതിയിലേക്ക് പറഞ്ഞയക്കണമെന്നാണ് എനിക്ക് എപ്പോഴത്തെ ഈ നിയമത്തോട് പറയാനുള്ളൂ. അങ്ങനെ ഇതിന് വേറെ ഒന്നുമില്ല. ഈ കേസ് അവരിത് തയ്യാറായിരിക്കുന്നവരാണ്. ഇത്രയും വലിയൊരു വക്കീലിനെ നമ്മൾ എന്തിനാ മാറ്റണത്? ഈ കേസ് ഇത്രയും നല്ല രീതിയിൽ ആ കേസ് ഇത്രയെല്ലാം ഹൈക്കോടതിയിലും കീഴ്ക്കോടതിയിലും എത്ര നന്നായി ബാധിച്ച് ഇങ്ങനെയെല്ലാം വന്നിട്ട് അവനെത്രയും വലിയൊരു വധശിക്ഷ വിധിച്ചു കൊടുത്തിട്ട് എനിക്ക് ഇപ്പോഴത്തെ ഈ നിയമം നമ്മുടെ ഈ സുരേഷ് വക്കീലിനെ തന്നെ സുപ്രീം കോടതിയിലേക്ക് ആക്കിയാൽ മാത്രം മതി. അതാണ് ആവശ്യപ്പെടാനുള്ളത്. ഷിബിയ ആളൂർ, താങ്കൾ ഈ കണ്ണീര് കാണുന്നുണ്ടാകുമല്ലോ. നിഷ്ഠൂരമായൊരു കൊലപാതകമാണ് നടന്നത്, നീചമായൊരു കൊലപാതകമാണ് നടന്നത്. ആ കൊലപാതകത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ പോലീസ് പിടികൂടിയതുമാണ്. അയാളെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു പ്രതിയെ പിടിച്ച് അയാളിൽ കേസ് കെട്ടിയേൽപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ എന്തെങ്കിലുമൊക്കെ വസ്തുതകൾ വേണമല്ലോ. എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? അത് ഞാൻ ഈ സുമതിയുടെ കണ്ണീർ കാണുന്നില്ല എന്നല്ല, ഞാനൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടാണ് ഈ കേസ് നടത്തിയിരുന്നെങ്കിൽ ഈ കണ്ണീരിനോട് ഞാൻ പ്രതികരിക്കുമായിരുന്നില്ല. ഞാനൊരു ഡിഫൻസ് ലോയറായി പ്രതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രതിക്ക് നീതി നടപ്പാക്കേണ്ടത് എൻ്റെ ചുമതലയല്ലേ? നിങ്ങൾ പറയുന്നതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. കാരണം ഒരു കേസ് എന്നെ ഏൽപ്പിക്കുമ്പോൾ അത് എതിർഭാഗത്ത് നിൽക്കുന്ന വക്കീലാരാണ്, എതിർഭാഗത്ത് നിൽക്കുന്ന പോലീസ് ഏതാണ്, എന്താണ് തെളിവുകൾ എന്ന് നോക്കിയിട്ടല്ല, പ്രതിയെ ആ പറയുന്ന കുറ്റം ആരോപിക്കുന്നത് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് കോടതി നോക്കുന്നത്. അത് സാധിക്കുന്നില്ലെങ്കിൽ അതിനെ വക്കീലന്മാരെയോ അല്ലെങ്കിൽ കേസ് നടത്തുന്ന അഭിഭാഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, അതാണ് താങ്കളുടെ വാദം. ഞാൻ മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇപ്പോൾ സൗമ്യയുടെ അമ്മ ആവശ്യപ്പെട്ടത്, അതായത് നേരത്തെ കേസ് കീഴ്ക്കോടതികളിൽ വിജയിപ്പിച്ച അഭിഭാഷകനെ തന്നെ ഈ കേസിൽ ഇനിയും നിയോഗിക്കണമെന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു ആവശ്യമാണോ? ശ്രീ അഭിലാഷ്, ഇത് തികച്ചും വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ്.
ഇവിടെ ശ്രീമതി ബിന്ദു കൃഷ്ണ ഒഴികെ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും പ്രതികരണം തന്നെ വൈകാരികമായി പോയി എന്നതാണ് ഇതിനൊരു വിലയിരുത്തുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത്. ശ്രീമതി ഗീത പറഞ്ഞൊരു കാര്യം, ഇത് അമ്മമാർക്ക് നീതി കിട്ടുന്നില്ല, സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളുടെ മുഴുവൻ ശബ്ദവും ഇങ്ങനെ ഉയർത്തപ്പെടരുത് സുപ്രീം കോടതിയുടെ, അല്ലെങ്കിൽ വെളിവാക്കപ്പെടരുത് എന്ന നിലക്കെല്ലാം ആർക്കോ താല്പര്യമുണ്ട് എന്ന രീതിയിലൊക്കെ ചർച്ച പാലിച്ചം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഇതൊരു അന്തിമമായ വിധിയല്ല, അന്തിമമായിട്ടുള്ളൊരു നിഗമനമല്ല. നാളെയും ഒരുപക്ഷെ കേട്ട റിപ്പോർട്ടുകൾ ശരിയാണ് എങ്കിൽ സംസ്ഥാന സർക്കാരിന് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ വേണ്ടത്ര കാര്യങ്ങൾ പറയാനുള്ള അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും അത് പറയുകയും ചെയ്യും. അപ്പോ അന്തിമമല്ലാത്ത ഒരു വിധിയുടെ ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കോടതി വന്ന ഒരു പരാമർശം അടർത്തിയെടുത്തുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം ന്യൂനതകളും വൈകാരിക പ്രകടനങ്ങളും എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ പ്രായോഗികമായിട്ട് പോലും അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോ വിചാരണ കോടതിയിൽ കേസ് നടത്തിയ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ നടത്തുമ്പോൾ, അത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന് നടത്തുമ്പോൾ അവിടുത്തെ പ്രോസിക്യൂട്ടറിന് വേണ്ടതായിട്ടുള്ള ചില അംഗീകാരങ്ങൾ സർക്കാർ അത് നോട്ടിഫിക്കേഷൻ മുഖേന പുറപ്പെടുവിക്കേണ്ടതുണ്ട്. അതൊരു കഴിഞ്ഞ തവണ കിട്ടിയതുകൊണ്ടായിരിക്കും വിചാരണ പ്രോസിക്യൂട്ടർക്ക് തന്നെ ഹൈക്കോടതിയിൽ ഹാജരാകാൻ കഴിഞ്ഞത്. സുപ്രീം കോടതിയിൽ ഹാജരാകുമ്പോൾ സുപ്രീം കോടതിയിൽ നിശ്ചയിക്കപ്പെട്ടുള്ള അഭിഭാഷകരുണ്ട്. അവർക്ക് ഒരുപക്ഷെ ഫയൽ കിട്ടിയതിന്റെ കാലതാമസം കൊണ്ടോ പെട്ടെന്ന് കേസ് ലിസ്റ്റ് ചെയ്ത് വന്നപ്പോഴേ വാദിക്കേണ്ട വന്നുകൊണ്ടോ ഏത് കാരണം കൊണ്ടെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയ പോലും ചെയ്യാതെ ഒരു വൈകാരിക പ്രകടനത്തിലേക്ക് എടുത്തു ചാടലെന്നാണ് എനിക്ക് ഒരു ഇത് പറയാനുള്ളത്. പിന്നെ ശ്രീമതി ആളൂരിനോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അദ്ദേഹത്തെ ആര് എൻഗേജ് ചെയ്തു, ഇതിന്റെ പിന്നിൽ മാഫിയ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള വളരെ ലളിതമായ ഒരു ഉത്തരം ഞാൻ അഭിലാഷിനോട് പറയുന്നു. അത് ശ്രീമതി ഗീതയാണെങ്കിലും ശ്രീമതി ബിന്ദു കൃഷ്ണയാണെങ്കിലും എന്നോട് ആ കാര്യത്തിൽ പൂർണ്ണമായി യോജിക്കുക എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി. SP വേണുഗോപാലൻ നായർ എഴുതിയ എരുമ എന്നൊരു നോവലുണ്ട്. ഈ ഭിക്ഷക്കാരടക്കമുള്ള ആളുകളെ സംഘടിതമായിട്ട് ഉരുക്കളെ പോലെ കൊണ്ടുവന്ന് കച്ചവടം നടത്തി ഒരു പ്രദേശത്ത് കൊണ്ടുവന്നിരുത്തി ഭിക്ഷാടനം തൊഴിലാക്കി നടത്തുകയും മറ്റൊരു ഉത്സവം വരുമ്പോൾ വേറൊരു ഉത്സവ പറമ്പിലേക്ക് അവരെ തെരുവ് മൃഗങ്ങളെ കൊണ്ടുപോകുന്ന പോലെ അങ്ങനെ അടിച്ചു കൊണ്ടുപോയി ഇപ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഘം ഈ ഭിക്ഷാടനത്തിൽ ഇടപെടുന്ന ആളുകളെ, കാലുകൾ വയ്യാത്ത ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകൾ, അവശരായിട്ടുള്ള ആളുകൾ, സ്ത്രീകളെ, കുട്ടികളെ എന്ന ആളുകളെ ഇങ്ങനെ പ്രദർശന വസ്തുവാക്കി ഒരു വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന, കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം ഒരു സംഘാടക അംഗത്വം ഈ ഗോവിന്ദസ്വാമിക്കുണ്ട് എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട്. ഒരു പക്ഷെ ഒരു മലയാള സിനിമയില് ഈ ജഗദീഷ് സുകുമാർ ഒരു തമാശ രൂപയാണ് പറയുന്നത്, 4 ദണ്ഡികളെ അങ്ങോട്ട് ഇന്ന് ട്രാൻസ്ഫർ ചെയ്യണം, ആ ഉത്സവം വരുന്നുണ്ട്, ആ ഉത്സവത്തിന് വരുമ്പോഴേക്കും മറ്റൊരു വിധത്തിൽ കൊണ്ടുപോകണം എന്നെല്ലാം പറയുന്ന വളരെ ഭരിതോസ്തിയോടുകൂടിയാണ് അത് പറയുന്നതെങ്കിലും അതിൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു ഗൗരവമേറിയ വസ്തുതയുണ്ട്. ഈ ഉരുക്കളെ പോലെ ഈ ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്ന ആളുകളെ കരുതപ്പെടുന്നു, അവരെ വിൽപ്പനച്ചക്കാക്കുന്നു, അവരെ വീണ്ടും കച്ചവട രീതിയിലേക്ക് മാറ്റപ്പെടുന്നു. വരുമാന സ്രോതസ്സുകൾ നേടിയെടുക്കുന്നത് പുറമേ നിൽക്കുന്ന മറ്റേതോ ഏജൻസി ആണെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇവിടെ ഇപ്പോൾ കോടതിയുടെ വിധിയൊന്നും ഉണ്ടായിട്ടില്ല. വാദത്തിനിടെ വന്നിട്ടുള്ള പരാമർശങ്ങളാണ് ഈ ചർച്ചയ്ക്ക് ആധാരം. സൗമ്യ സംഭവത്തോട് എത്രമേൽ വൈകാരികമായാണ് മലയാളി പ്രതികരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചർച്ച തന്നെ ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ പൊതു മനസാക്ഷിയെ അത്രമേൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു സംഭവമാണ്, അത്രമേൽ നമ്മുടെ കണ്ണ് തുറപ്പിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും പിഴവ് ആരോപിക്കുന്നതിന് മുൻപ് എന്താണ് സുപ്രീം കോടതിയുടെ നിഗമനങ്ങൾ എന്ന് കാത്തിരിക്കേണ്ടേ? അങ്ങനെ കാത്തിരിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഈ കാര്യത്തിലുള്ളത്. അഭിലാഷ് ശരിയായി സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളുടെ എല്ലാം മനസ്സിൽ ബുദ്ധിയും ബോധവും മനുഷ്യത്വവുമുള്ള മലയാളികളുടെ എല്ലാം മനസ്സിൽ ഒരിറ്റ് കണ്ണുനീരായി ഇപ്പോഴും സൗമ്യ തങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗമ്യ വധക്കേസിൽ ഉണ്ടാകുന്ന ഓരോ ചലനവും നമ്മുടെയൊക്കെ നെഞ്ചിലേക്ക് തീ കോരിയിടുന്നതാണ്. ആ നിലയ്ക്കാണ് ഇതിനെ നാം കാണേണ്ടത്. മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലേതുപോലെ മാധ്യമ പ്രവർത്തകർക്ക് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ വിലക്കില്ല. സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകർ ഈ കേസിൽ താല്പര്യമുള്ളത് കൊണ്ട് അവിടെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാകാം മുഴുവൻ മാധ്യമങ്ങളും ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.
ഈ കേസിൽ ഹാജരായ അഭിഭാഷകൻ ഈ നിമിഷം വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് നിഷേധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുറത്തു വരുന്ന വാർത്തകളെ നമുക്ക് വിശ്വസിക്കാനേ തരമുള്ളൂ. അത് ശരിയാണ് എങ്കിൽ നിശ്ചയമായും കോടതി ചോദിച്ച ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം നൽകുവാൻ നമ്മുടെ പ്രോസിക്യൂഷൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ബാധ്യസ്ഥനാണ്. കേരളത്തിൽ ഒരു വലിയ പ്രവണതയുണ്ട്. അഭിഭാഷക 15 വർഷക്കാലത്തോളം കൊല്ലത്ത് ജില്ലാ കോടതികളിലും കീഴ്ക്കോടതികളിലും നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഹൈക്കോടതിയിൽ ഞങ്ങളൊക്കെ നടത്തുന്ന കേസുകൾ ക്രിമിനൽ കേസല്ല സിവിൽ കേസ് ആയാൽ പോലും ആ കേസുകൾ അപ്പീലായി ഹൈക്കോടതിയിൽ വരുമ്പോൾ അവിടെ ഹിയറിംഗ് ഹാജരാവുന്ന അഭിഭാഷകർ വിചാരണ കോടതിയിൽ ഹാജരായ അഭിഭാഷകരുമായിട്ടൊന്ന് ആശയവിനിമയം നടത്താറുണ്ട്. ഇന്ന ചോദ്യം ചോദിച്ചപ്പോൾ എന്ത് നിലപാടായിരുന്നു, അല്ലെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാറുണ്ട്, ഏതെങ്കിലും സാഹചര്യം വിശദീകരിക്കണമെങ്കിൽ അത് അങ്ങനെ ചെയ്യാറുണ്ട്. അത്തരം ചെയ്ത ഒരു സാഹചര്യം ഈ കേസിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ കേസ് നടത്തിയ അഡ്വക്കേറ്റ് സുരേഷിന് ഒരു കത്തയച്ചിരുന്നു. സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ആ സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന വക്കീലിനെ അസിസ്റ്റ് ചെയ്യണമെന്ന്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അതിലൊരു നടപടിയും ഉണ്ടായില്ല. കേരളം വളരെയേറെ കരുതലോടുകൂടി കാത്തിരിക്കുന്ന ഒരു കേസിന്, ജാഗ്രതയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കേസിന് സംസ്ഥാന സർക്കാർ അങ്ങേയറ്റം ചെറിയ പരിഗണനയാണ് കൊടുത്തതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്ത് ഒരു നിയമവകുപ്പുണ്ടല്ലോ, സുപ്രീം കോടതി അഭിഭാഷകരുമായി നിരന്തര ബന്ധം പുലർത്തിക്കൊണ്ട് കേസുകളുടെ സ്ഥിതി ഡൽഹിയിലുമുണ്ട്. ഡൽഹിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് കോടതിയിൽ ലിസ്റ്റ് ചെയ്യുന്ന കേസുകളെ കുറിച്ച് കൃത്യമായി വിവരം കിട്ടുന്നുണ്ട്. അവർ ഈ കേസ് വരുമ്പോൾ അതിന്റെ കാര്യങ്ങൾ സ്വാഭാവികമായി സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ വായിച്ച് ഇത്രയും പേജുള്ള വിധിന്യായങ്ങളും സാക്ഷിമൊഴികളും മറ്റു തെളിവുകളുമൊക്കെ ഒറ്റയിരുപ്പിന് ഒറ്റയ്ക്ക് വായിച്ച് തീർക്കാം. അത് ജഡ്ജി ആയാൽ പോലും, ജഡ്ജിയായിരുന്നു റിട്ടയർ ചെയ്ത് വക്കീലായ ആളായാൽ പോലും അത്ര എളുപ്പമല്ല. കാരണം ഓരോ കേസിലെയും ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഡിഫറന്റ് ആയിരിക്കും. അങ്ങനെ സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകൻ ഉണ്ടാകുന്ന ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വേണ്ടത്ര ശരിയാവണ്ണം പഠിക്കാൻ കഴിയാതെ ഒടുവിൽ കേസ് തന്നെ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് എത്തിക്കാമോ? അഭിലാഷ്, അത്തരം നിഗമനം ഒന്നും ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് കേവലം യാദൃശ്ചികമായിട്ട് സംഭവിച്ചു പോയതാകാനാണ് സാധ്യത. ഒരു പക്ഷേ തിരുത്തപ്പെടാവുന്ന അല്ലെങ്കിൽ അവസരം കിട്ടി കഴിഞ്ഞാൽ മാറ്റാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഇപ്പോ ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞതുപോലുള്ള ആശങ്കയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സൗമ്യയുടെ അമ്മയ്ക്ക് വേണമെങ്കിൽ പ്രത്യേകം അഭിഭാഷകരെ വെച്ച് ആ വിചാരണ സുപ്രീം കോടതിയിൽ ഹാജരായി ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ആശങ്കകളും ദൂരീകരിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അത് സുപ്രീം കോടതി അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ പെറ്റീഷൻ വെച്ചാൽ കേൾക്കാവുന്നേ ഉള്ളൂ. അതായത് സംസ്ഥാന സർക്കാർ വെച്ചിരിക്കുന്ന അഭിഭാഷകന്റെ വാദം പൂർണ്ണമായിട്ടും വിജയിപ്പിക്കത്തക്ക രീതിയിലല്ല എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് അമ്മ എന്ന നിലയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേൾക്കാം. പക്ഷെ ഇവിടെ വിഷയം അതല്ല. ഈ ശീതമുള്ളൂർ അകിടും ചൂട്ടിലും ചോര കൗതുകം എന്ന് പറയുന്ന പോലെ ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ ഒരു ലാക്ക് പോയത് ഈ ഗവൺമെന്റ് ഈ കാര്യത്തിൽ വേണ്ടത്ര ഗൗരവം കാണിച്ചിട്ടില്ല എന്ന് പറയാനാണ്. നാം അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തേണ്ട അവസരമോ അല്ലെങ്കിൽ അതിന്റെ രേഖകളോ നമ്മുടെ മുമ്പിൽ ഈ ചർച്ചയിൽ പോലും ഇല്ല. അത് വസ്തുതയാണ്. ശ്രീമതി പി ഗീത, ഇത്തരം കേസുകളിലൊക്കെ സ്റ്റേറ്റിന്റെ താല്പര്യം എന്തായാലും ഇരയ്ക്കൊപ്പം തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ അല്ലാതിരിക്കാൻ ഏതെങ്കിലും പൊളിറ്റിക്കൽ ഹെവി വൈറ്റ് അല്ല ഇവിടുത്തെ പ്രതി. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ പരാമർശങ്ങൾ കൂടുതൽ വ്യക്തത വരാൻ വേണ്ടി സുപ്രീം കോടതി ഉന്നയിക്കുന്നതായിരിക്കും. ഇതേ പ്രോസിക്യൂഷന് തന്നെ പഴുതടച്ച തെളിവുകൾ ഹാജരാക്കാനുള്ള സാഹചര്യം ഇനിയും ഉണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണ് ഈ സംവിധാനങ്ങൾ എന്നൊരു മുൻവിധി സ്വീകരിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് CP ഉദയഭാനു പറഞ്ഞ പരാമർശം തീർച്ചയായിട്ടും അത് ശരിയായിരിക്കും. വളരെ ബാലിശമായിട്ടും വൈകാരികമായിട്ടും ഇത്തരം പ്രശ്നങ്ങളോട്, പൊതുപ്രശ്നങ്ങളോട്, നിയമപ്രശ്നങ്ങളോട് ഇടപെടുന്നവരാണ് സ്ത്രീകൾ. സൗമ്യയുടെ അമ്മയെ പോലെയുള്ള ഒരു സ്ത്രീ, അതുപോലെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന ഞാൻ ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വിതുര കേസ് പോലെയുള്ള പ്രമാദമായിട്ടുള്ള ഒരു കേസും ശോഭാ സിറ്റി കേസ് പോലെയുള്ള ഒരു കേസും ഒക്കെ വാദിച്ച് പരിചയസമ്പന്നനായിട്ടുള്ള ഒരു വക്കീല് സമൂഹത്തിന്റെ മുമ്പാകെ ഞങ്ങൾ വളരെ വികാരവതികളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയായിരിക്കും. പ്രതിഭാഗത്തിന് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് ആളൂര് പോലും
ഉന്നയിക്കാത്ത വലിയ തരത്തിലുള്ള വ്യക്തിഹത്യാപരമായിരിക്കുന്ന ഒരു വാദം അദ്ദേഹം ഞങ്ങൾക്ക് നേരെ ഉന്നയിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഒരു കാര്യത്തിൽ പ്രോസിക്യൂഷനിൽ സംശയം രേഖപ്പെടുത്തി എന്നുള്ളത്, കാരണം പ്രോസിക്യൂഷനിൽ സംശയം രേഖപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഈ നിയമത്തിന്റെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം ഞാൻ പ്രോസിക്യൂഷനെ സംശയിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഈ നിയമത്തിന്റെ രീതിയെങ്കിൽ, ഇതൊക്കെ തന്നെയാണ് ഈ നിയമത്തിന്റെ രീതിയെങ്കിൽ വാസ്തവത്തിൽ എനിക്ക് ഈ നിയമം അറിയണം എന്നില്ല. കാരണം എവിടെയാണ് തെളിവുകൾ അത്തരം സാങ്കേതികത്വങ്ങളിൽ ഒക്കെ കടിച്ചു തൂങ്ങി നിന്നുകൊണ്ട് സ്ത്രീ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആണധികാരപരമായിരിക്കുന്ന സ്പേസിൽ മാത്രം അതിന്റെ നീതി നിർവഹിക്കുന്ന ഒരു നിയമം എൻ്റെ നിയമമല്ല, എനിക്ക് വേണ്ടിയുള്ള നിയമമല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിൽ വികാരപരമായിട്ടും ബാലിശമായിട്ടും ഉള്ള എൻ്റെ അല്ലെങ്കിൽ എൻ്റേതുപോലെയുള്ള സ്ത്രീകളുടെ ഇടപെടൽ ഇത്തരത്തിൽ തന്നെ തുടരാനേ സാധ്യതയുള്ളൂ. കാരണം നിയമത്തിന്റെ സംഗതികളൊക്കെ പഠിച്ചിട്ട് ഇവിടെ അവതരിപ്പിക്കുക. എനിക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മുഖം വായിക്കാനാവുന്നുണ്ട് അഡ്വക്കേറ്റ് ആളൂരിന്റെ. അദ്ദേഹം ഒരു അക്ഷരം ഉച്ചരിക്കാതെ തന്റെ പ്രൊഫഷണൽ ആയിരിക്കുന്ന മൗനത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഇരിപ്പുണ്ട്. ഇതിൽ അദ്ദേഹം ആരെയും ആരോപിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം സുപ്രീം കോടതിയിൽ നടക്കുന്നതുകൊണ്ട് സബ് ജുഡീസ് ആയ ഒരു വിഷയമായതുകൊണ്ട് കൂടിയായിരിക്കും. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇക്കാര്യത്തിലെ വൈകാരികത മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ചന്ദ്രബോസ് കേസിൽ താങ്കൾ പ്രോസിക്യൂട്ടർ ആയിരുന്നല്ലോ. എത്ര വൈകാരികമായി താങ്കൾ ദൈവമാണ് അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ച്, ചന്ദ്രബോസിന്റെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച്. അതേമാതിരിയാണ് ഇവിടെ സൗമ്യയുടെ അമ്മയായാലും ഈ കേസിന് വേണ്ടി നിൽക്കുന്ന മറ്റാളുകളായാലും പ്രകടിപ്പിക്കുന്ന വികാരം. അതിനെ ആ തരത്തിൽ കണ്ടുകൂടെ? ഇപ്പൊ വാദം നടക്കുന്നത് സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോഴൊക്കെ വളരെ എഫക്റ്റീവായി കോടതിക്ക് യുക്തിബോധത്തോടുകൂടി നീതിബോധത്തോടുകൂടി കോടതിയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വാദമുഖങ്ങൾ കൊണ്ടുവരാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട പ്രോസിക്യൂട്ടർ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന സംശയത്തിന്റെ പേരിലാണ് നമ്മൾ ഈ ചർച്ച കൊണ്ടുവന്നത്. പ്രോസിക്യൂട്ടർക്ക് മൗനമായി വഴിമുട്ടി ഉത്തരം മുട്ടി ഇത്തരം വാക്കുകളാണ് നാം പുറത്തേക്ക് വിട്ടത്. ഈ അങ്ങനെ പുറത്തേക്ക് വിടാൻ ആസ്പദമായ കാര്യങ്ങളിലെ വസ്തുതാപരമായ സത്യം എത്രമാത്രമുണ്ട് എന്നുള്ളത് കാര്യം എനിക്കറിയില്ല. അഭിലാഷിനും പൂർണ്ണമായിട്ടും വിവരം കിട്ടിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ചും എനിക്ക് വ്യക്തതയില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് എങ്കിൽ ഏത് സാഹചര്യത്തിലാണ് കോടതി അപ്രകാരം ഒരു ചോദ്യം ഉന്നയിച്ചതും പ്രോസിക്യൂട്ടർ ഈ ഉത്തരം മുട്ടാനിടയായ രീതിയിൽ നിന്നു കൊടുത്തത് എന്നുമാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് വേണം നാം ചർച്ച ചെയ്യാൻ. അത് ആ കേസിന്റെ മെറിറ്റിനെ, ആ കേസിന്റെ മുന്നോട്ടുള്ള ഗതിയെ രണ്ട് വിചാരണ കോടതിയിലും അപ്പീൽ കോടതിയിലും ശരിവെച്ചു എന്നുള്ള ആ വസ്തുതയെ, അതിന്റെ വേരുകളെ, അടിവേരുകളെ ഈ ഉത്തരം മുട്ടുന്ന അവസ്ഥ അറുത്തു മാറ്റാനായിട്ട് പര്യാപ്തമാണോ ഇല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ആ പരിശോധന നടത്തണമെങ്കിൽ നമ്മുടെ മുൻപിൽ ഇന്ന് പ്രോസിക്യൂട്ടർ ഏത് നിലയ്ക്ക് അപ്രകാരം ഇടപെടാൻ ഇടയായി എന്ന കാര്യം മനസ്സിലാക്കണം. തീർച്ചയായും അക്കാര്യത്തിൽ വസ്തുതാപരമായ അക്കാര്യത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചോ എന്നുള്ള കാര്യം വസ്തുതാപരമായി ബോധ്യമാകുന്ന വിധത്തിൽ നമ്മുടെ കയ്യിൽ തെളിവില്ലാത്തിടത്തോളം കാലം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ആ പോയിന്റിൽ താങ്കളോട് യോജിക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ സൗമ്യയ്ക്ക് നീതി വേണമെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഒരാൾക്ക് പോലും എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയുമില്ല. വളരെ നന്ദി അഡ്വക്കേറ്റ് ഉദയഭാനു, അഡ്വക്കേറ്റ് ബി ആളൂർ, ശ്രീമതി പി ഗീത, ശ്രീമതി ബിന്ദു കൃഷ്ണ, ഒപ്പം സൗമ്യയുടെ അമ്മയ്ക്ക്.